മോഷ്ടിക്കാൻ കയറിയ വീട്ടിലെ അലമാരയിലെ സ്വർണ്ണാഭരണങ്ങൾ കണ്ട് തലകറങ്ങിയ കള്ളനെ ഒന്ന് പരിചയപ്പെടാം. തിരുവനന്തപുരം കലിയൂർ സ്വദേശി ശ്രീകാന്താണ് മോഷണ സമയത്തെ അനുഭവം പോലീസിനോട് വിവരിച്ചത്. കാട്ടാക്കട സ്വദേശി ഷൈനിൻ്റെ വീട്ടിൽ നിന്ന് 72 പവൻ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായ ശ്രീകാന്ത് തെളിവെടുപ്പിനിടെയാണ് സ്വർണം കണ്ട് തലയ്ക്ക് ബോധക്കേടുണ്ടായെന്ന് തുറന്നു പറഞ്ഞത്. ബൈക്ക് മോഷണ കേസിൽ ഫോർട്ട് പോലീസിന്റെ പിടിയിലായതോടെയാണ് കാട്ടാക്കട കവർച്ചയും പ്രതി വെളിപ്പെടുത്തിയത്. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. കാട്ടാക്കട കട്ടക്കോട് സ്വദേശി ഷൈനിന്റെ വീട്ടിൽ നിന്നും 72 പവൻ കവർന്ന കേസിലെ പ്രതി കലിയൂർ സ്വദേശി ശ്രീകാന്തിനെയാണ് കാട്ടാക്കട പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചത്. മോഷണം നടത്തിയ രീതികൾ ഇയാൾ പോലീസിനോട് വിവരിച്ചു. 2 അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കവർന്നിരിക്കുന്നത്. ഇതിൽ ആദ്യ അലമാരയുടെ വാതിൽ തുറന്നപ്പോൾ ഡ്രോയറിന്റെ മുകളിലായി ഇരുന്ന താക്കോൽ കണ്ടു. ഇതുപയോഗിച്ച് ഡ്രോയർ തുറന്ന് ഒരു ബോക്സിലിരുന്ന ചെറിയ സ്വർണമാണ് ആദ്യമെടുത്തത്. തുടർന്ന് അടുത്ത മുറിയിലെത്തി അലമാരയുടെ വാതിൽ തുറക്കാനുള്ള ശ്രമത്തിനിടെ അലമാരയ്ക്ക് മുകളിലുള്ള താക്കോൽ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെടുത്ത് അലമാരയുടെ വാതിൽ തുറന്നാണ് ബാക്കി സ്വർണവും മോഷ്ടിച്ചത്. 2ാമത്തെ അലമാരയിൽ കൂടുതൽ സ്വർണം കണ്ടതോടെ തനിക്ക് അസ്വസ്ഥത ഉണ്ടായിയെന്നും തല കറങ്ങിയെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. സ്വർണവും എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്തു. ചെറിയ ബോധത്തിലാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് ശ്രീകാന്തിന്റെ മൊഴി. വീടിന്റെ പ്രധാന വാതിലാണ് ആദ്യം കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചത്. ഇത് കഴിയാതെ വന്നതോടെയാണ് മറ്റൊരു വശത്തുള്ള വാതിൽ ശ്രദ്ധയിൽപ്പെടുന്നതും അത് കുത്തിപ്പൊളിക്കുന്നതും. ഇതിനു മുമ്പ് ഫ്യൂസ് ഊരി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. മുറിയിൽ കണ്ട തോർത്തെടുത്ത് ശുചിമുറിയിൽ കയറി തോർത്ത് നനച്ച് കൈരേഖകൾ പതിഞ്ഞ സ്ഥലങ്ങളെല്ലാം തുടച്ചു വൃത്തിയാക്കിയ ശേഷമാണ് മടങ്ങിയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. തെളിവെടുപ്പ് നടക്കുന്നതറിഞ്ഞ് നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. 2 വർഷത്തിനു മുൻപേ കാട്ടാക്കട കിള്ളിപ്രദേശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. അന്വേഷണത്തിൽ ഈ വിവരം പോലീസിന് ലഭിച്ചതായാണ് ശ്രീകാന്തിലേക്ക് എത്താൻ സഹായകരമായത്. ബൈക്ക് മോഷണ കേസിൽ ഫോർട്ട് പോലീസിന്റെ പിടിയിലായതോടെയാണ് കാട്ടാക്കട കവർച്ചയും പ്രതി വെളിപ്പെടുത്തിയത്. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുള്ള ശ്രീകാന്തിനെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.